അവതാരങ്ങളെ ശബരിമലയിൽ നിന്നും പൂർണ്ണമായിട്ടും തുടച്ചു നീക്കും. അതാണ് ലക്ഷ്യം. ഉറപ്പില്ല. അതിന് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന ഒരു അഖിലസ് ഹീലിലൂടെയാണല്ലോ ഈ തക്ഷകൻ കയറുന്നത്, പുഴുവായിട്ട് വന്ന് തക്ഷകനായി മാറുന്നത്. അപ്പോൾ ഈ സ്പോൺസർഷിപ്പിനെ പറ്റി നമ്മൾ വളരെ വ്യക്തമായിട്ട് ബോർഡ് തന്നെ ഒരു തീരുമാനമെടുത്തു. ഇതിന് ഗൈഡ് ലൈൻസ് ഫോർ അക്സെപ്റ്റിംഗ് സ്പോൺസർഷിപ്പ്, അതൊരു നല്ല ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. അതിന് ലീഗലായിട്ടൊന്ന് വെറ്റ് ചെയ്ത് ഹൈക്കോടതിയെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുകയാണ് അയ്യപ്പന് ഒരു കിരീടം കൊടുക്കാം, ഉടനെ സ്പോൺസർ വരുന്നു, അവൻ്റെ സ്പോൺസറിൻ്റെ ഇടനിലക്കാരൻ വരുന്നു, സാർ ആളിരിക്കും സാർ ഞാനത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ സ്പോൺസറായിട്ട് വരുന്നു, ആരുടെ അടുത്തെങ്കിലും പോയി സ്വർണം വാങ്ങിക്കുന്നു, കിരീടം കൊണ്ടുവരുന്നു, പിന്നെ അതിൻ്റെ പേരിൽ ആളായി നടക്കുന്നു. അയ്യപ്പൻ എന്ത് വേണോ നിങ്ങൾ കൊടുത്തോളൂ, നമുക്കൊരു വിരോധമില്ല, ഡയറക്റ്റായിട്ട് കൊണ്ട് സമർപ്പിച്ചോളുക, രസീത് വാങ്ങിച്ചോളുക, പൊക്കോളുക. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും കെട്ടണമോ അല്ലെങ്കിൽ വേറെ നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഞങ്ങളുടെ ചില ആവശ്യങ്ങളുണ്ട്. അവിടെ വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ആവശ്യങ്ങൾ, അത് മാത്രമേ ഞങ്ങൾ സ്പോൺസർഷിപ്പിലേക്ക് പോകുന്നുള്ളൂ. അതിന് നമ്മൾ തന്നെ അങ്ങോട്ട് പോകും. നമ്മൾ പറയും ഇന്ന കാര്യങ്ങളുണ്ട്, ആർ യു ഇൻട്രസ്റ്റഡ് ടു സ്പോൺസർ ആണെങ്കിൽ കോർപ്പറേറ്റ്സിന് വരാം, ആർക്ക് വേണമെങ്കിലും വരാം. അവരുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുന്നു, അവരുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് നോക്കുന്നു, നമ്മളൊരു എഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നു. അതനുസരിച്ചിട്ട് അവർ ചെയ്തു തരികയോ ചെയ്യാൻ പണം ഏൽപ്പിക്കുകയോ കൃത്യമായി സുതാര്യമായി ക്ലാരിറ്റിയോട് ചെയ്യും. മേൽവിലാസമുള്ള സ്പോൺസേഴ്സ് വന്നാൽ മതി, ഇൻകം ടാക്സ് കൊടുക്കുന്ന സ്പോൺസേഴ്സ് വന്നാൽ മതി. അല്ലാതെ കള്ളപ്പണക്കാരും ഒന്നും അവിടെ വളഞ്ഞ വഴിയില്ല. അയ്യപ്പൻ്റെ ധർമ്മശാസ്താവിൻ്റെ മുമ്പിൽ അധർമ്മികൾ പിന്നെ അവിടെ വരേണ്ട കാര്യം.